ഭാരതത്തിന്റെ രാഷ്ട്രീയ ചക്രവാളത്തിൽ കൊടുങ്കാറ്റ് സൃഷ്ടിക്കുന്ന വിവാദത്തിനാണ് ലണ്ടനിലെ ഇന്ത്യൻ ജേർണലിസ്റ്റ് അസോസിയേഷൻ ഓഫീസിൽ വെച്ച് നടന്ന വെളിപ്പെടുത്തലോടെ തുടക്കമായിരിക്കുന്നത്. നമ്മുടെ തെരഞ്ഞെടുപ്പുകളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അഥവാ EVM ഇന്ത്യയിൽ വർഷങ്ങളായി ഹാക്ക് ചെയ്യപ്പെടുന്നുണ്ടെന്നാണ് അമേരിക്കൻ ഹാക്കറായ സയ്യദ് ഷുജ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ലണ്ടനിലെ സദസ്സിന് മുൻപാകെ വോട്ടിംഗ് യന്ത്രം ഹാക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വീഡിയോ കോൺഫറൻസിലൂടെ പ്രദർശിപ്പിച്ച ഷുജ ഇന്ത്യയിൽ 2014 പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഇത് നടന്നിട്ടുണ്ടെന്നും പരസ്യമാക്കുകയാണ്. അതായത് രാജ്യത്ത് ഇന്ന് അധികാരത്തിലിരിക്കുന്ന BJP സർക്കാർ ജനങ്ങളെ വഞ്ചിച്ച് അധികാരത്തിൽ വന്നുവെന്നാണ് ആരോപണം. യാഥാർത്ഥ്യമെങ്കിൽ നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയോട് ചെയ്ത മാപ്പർഹിക്കാത്ത അപരാധമായി അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും. തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി വോട്ടിംഗ് യന്ത്രം നിർമ്മിക്കാനുള്ള ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ 2009-2014 കാലഘട്ടത്തിൽ പ്രവർത്തിച്ചയാൾ എന്നാണ് ഷുജ തന്നെ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. കൊലപാതകങ്ങളും വഞ്ചനയും ഉൾപ്പെടെ ഭരണകക്ഷിയായ BJP ഉൾപ്പെടുന്ന നിരവധി കുറ്റകൃത്യങ്ങളാണ് ഹാക്കർ വെളിവാക്കിയിരിക്കുന്നത്. രാജ്യം ഞെട്ടലോടെയാണ് ഈ വാർത്ത ഇന്നലെ കേട്ടറിഞ്ഞത്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ BJP ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വന്ന തിരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് ഷുജ പറയുന്നത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻതോതിൽ അട്ടിമറി നടന്നു. യഥാർത്ഥ തെരഞ്ഞെടുപ്പ് ഫലമല്ല ലോകമറിഞ്ഞത്. ക്രമക്കേടിനുള്ള മാർഗങ്ങളെക്കുറിച്ച് 2013 ഷുജയോടും സംഘത്തോടും ECIയിൽ നിന്നും ചോദിച്ചിരുന്നു. അവർ പ്രോഗ്രാം തയ്യാറാക്കി കൊടുത്തു. BJP നേതാവ് ഗോപിനാഥ് മുണ്ടെയാണ് സംഘവുമായി ചർച്ച നടത്തിയത്. പിന്നീട് ക്രമക്കേട് നടന്നതായി തങ്ങൾക്കും ബോധ്യപ്പെട്ടതായി ഷുജ പറയുന്നു. 2014 ഏപ്രിൽ 30 അവരുടെ മോഡുലേറ്ററിൽ വോട്ടിംഗ് യന്ത്രങ്ങളിലെ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. തുടർന്ന് ഇക്കാര്യം പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തി BJP നേതാക്കളെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണമുണ്ടാക്കാൻ ഇവർ തീരുമാനിക്കുകയായിരുന്നു. അതനുസരിച്ച് 2014 മെയ് 12 ഹൈദരാബാദ് നഗരാതിർത്തിക്ക് വെളിയിൽ ഒരു BJP നേതാവിനെ കാണാൻ പോയി. അതിനിടയിൽ നേതാവിന്റെ ആൾക്കാർ സംഘത്തിന് നേരെ വെടിവെച്ചു. ഷുജ ഒഴികെ എല്ലാവരും കൊല്ലപ്പെട്ടു. അടുത്ത ദിവസം ഹൈദരാബാദിലെ കിഷൻബാഗിൽ വർഗീയ കലാപമുണ്ടായി. അതിൽ മരിച്ചതായി ചിത്രീകരിച്ചത് തന്റെ സുഹൃത്തുക്കളെയാണെന്നാണ് ഈ ഹാക്കർ പറയുന്നത്. മരണഭയം മൂലമാണ് ഇന്ത്യ വിട്ട് അമേരിക്കയിൽ അഭയം പ്രാപിച്ചതെന്നും ഷുജ വെളിപ്പെടുത്തുന്നു. വോട്ടിംഗ് യന്ത്രത്തിലെ അട്ടിമറിയെക്കുറിച്ചുള്ള രഹസ്യം അറിയാവുന്നതുകൊണ്ടാണ് BJPയുടെ മുതിർന്ന നേതാവും കേന്ദ്രമന്ത്രിയുമായിരുന്ന ഗോപിനാഥ് മുണ്ടെ കൊല്ലപ്പെട്ടതെന്ന വലിയ വെളിപ്പെടുത്തലാണ് ഷുജയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ തെളിവുകൾ അമേരിക്കയുടെ പക്കലുണ്ടെന്നും ഹാക്കർ പറയുന്നു. BJPയിൽ പരിഗണന ലഭിക്കാതായപ്പോൾ ക്രമക്കേട് പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തിയ ഗോപിനാഥ് മുണ്ടെ വധിക്കുകയായിരുന്നുവെന്നാണ് ഹാക്കർ പറയുന്നത്. 2014 കേന്ദ്രമന്ത്രിയായി ആഴ്ചയ്ക്കകമാണ് ഗോപിനാഥ് മുണ്ട കൊല്ലപ്പെടുന്നത്. വിമാനത്താവളത്തിലേക്ക് പോകവേ അദ്ദേഹം യാത്ര ചെയ്തിരിക്കുന്ന വാഹനത്തിൽ മറ്റൊരു വാഹനം വന്നിടിക്കുകയായിരുന്നു. മുണ്ടയുടെ മരണത്തെക്കുറിച്ച് അന്വേഷിച്ച NIA ഉദ്യോഗസ്ഥർ തൻസീൽ അഹമ്മദ് ഷുജയോട് ക്രമക്കേടിന്റെ വിവരങ്ങൾ ചോദിച്ചിരുന്നു. കുറ്റപത്രം നൽകാൻ ദിവസങ്ങൾ ബാക്കിയുള്ളപ്പോൾ ആ ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടു. വോട്ടിംഗ് യന്ത്രത്തിലെ ക്രമക്കേടുകൾ വാർത്തയാക്കാൻ ഗൗരി ലങ്കേഷ് തയ്യാറായിരുന്നു. വോട്ടിംഗ് യന്ത്രത്തിനുള്ള കേബിൾ നിർമ്മാണത്തിനെക്കുറിച്ച് അവർ വിവരാവകാശ പ്രകാരം ചോദിച്ചതിന് പിന്നാലെയാണ് അവരും കൊല്ലപ്പെടുന്നതെന്ന് ഷുജ എടുത്തു പറയുന്നുണ്ട്. UP, മഹാരാഷ്ട്ര, ഗുജറാത്ത് തെരഞ്ഞെടുപ്പുകളിലും തിരിമറി നടന്നിട്ടുള്ളതായി ഷുജ പറയുന്നു. പല നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഇത് നടന്നിട്ടുണ്ട്. ഡൽഹി തെരഞ്ഞെടുപ്പിനിടെ ഹാക്കിംഗ് നടന്നതുകൊണ്ടാണ് ആം ആദ്മി പാർട്ടി ജയിച്ചതെന്നും ഷുജ പറയുന്നു. 2014 മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന VS സമ്പത്തിനും ഇക്കാര്യം അറിയാമെന്നാണ് ഹാക്കർ പറയുന്നത്. ഇതിലെ വിവരങ്ങൾ അറിയാൻ പല രാഷ്ട്രീയ പാർട്ടികളും സമീപിച്ചിട്ടുണ്ട്. SP, BSP പാർട്ടികൾ പലവട്ടം തന്നെ സമീപിച്ചിട്ടുണ്ടെന്നും ഹാക്കർ വ്യക്തമാക്കുന്നു. ഇന്ത്യയിൽ നടന്ന വിവിധ തെരഞ്ഞെടുപ്പുകളിൽ EVM ഹാക്ക് ചെയ്യപ്പെട്ടതിന്റെ തെളിവുകൾ തന്റെ കയ്യിലുണ്ടെന്നും അത് പരസ്യമാക്കാൻ തയ്യാറാണെന്നും ഷുജ പറയുന്നു. അതേസമയം വോട്ടിംഗ് യന്ത്രത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ തള്ളി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്ത് വന്നിട്ടുണ്ട്. വോട്ടിംഗ് യന്ത്രങ്ങൾ സുരക്ഷിതമാണെന്ന വാദം കമ്മീഷൻ ആവർത്തിച്ച് പറയുകയാണ്. തിരിമറി നടത്താൻ സാധിക്കില്ല. ഉയർന്ന സുരക്ഷാ മാനദണ്ഡങ്ങളാണ് പാലിക്കപ്പെടുന്നതെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പുറത്തുവരുന്ന ഈ വെളിപ്പെടുത്തലുകൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ ആഘാതങ്ങൾക്ക് കാരണമാകും. EVM യന്ത്രങ്ങളിൽ കൃത്രിമം കാട്ടിയിട്ടുണ്ടെന്ന് വർഷങ്ങളായി പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുന്നതാണ്. അപ്പോഴൊക്കെ BJPയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതിനെ പരിഹസിച്ച് തള്ളുകയായിരുന്നു. ഇനി അങ്ങനെ ലാഘവത്തോടെ ഒഴിഞ്ഞുമാറാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 3 മാസം മാത്രം ശേഷിക്കെ തങ്ങളെ വീണ്ടും കബളിപ്പിക്കുവാനാണോ പോളിംഗ് ബൂത്തിലേക്ക് പറഞ്ഞു വിടുന്നതെന്ന ഇന്ത്യയിലെ ജനകോടികളുടെ ചോദ്യത്തോട് ഇന്ത്യൻ ഭരണകൂടത്തിന് പ്രതികരിച്ചേ മതിയാകൂ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.